ആഗോള അയ്യപ്പ സംഗമത്തെ മതേതര കേരളം പിന്തുണയ്ക്കണം. സംഗമം ബഹിഷ്കരിക്കും എന്ന് പറയാതെ 3 ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണം എന്നാണ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടത്. 1. യുവതീ പ്രവേശത്തെ അനുകൂലിച്ച് സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തുമോ? 2. ശബരിമല പ്രക്ഷോഭകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കുമോ? 3. വനിതാ മതിൽ തെറ്റായിരുന്നുവെന്ന് തുറന്ന് സമ്മതിക്കുമോ? ഓരോന്നിനും മറുപടിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണം. ഒന്നാമത്തേതിന്റെ മറുപടി ആദ്യം. 2018 സെപ്റ്റംബർ 28-നാണ് സുപ്രീംകോടതി വിധി വരുന്നത്. അതിനുശേഷം കോവിഡ് കാലം ഉൾപ്പെടെ 6ഓളം തവണ മണ്ഡലകാലം വന്നുപോയി. കഴിഞ്ഞ മണ്ഡലകാലം ഏറ്റവും ഭംഗിയായി കുറ്റമറ്റ രീതിയിലാണ് നടന്നത്. അന്നും വിവാദം ആദ്യം ഉയർന്നു വന്നിരുന്നു. വെർച്വൽ ക്യൂവിനെ ചൊല്ലിയായിരുന്നു അത്. അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്നു, ദർശനത്തിന് സർക്കാർ മനഃപൂർവ്വം തടസ്സം സൃഷ്ടിക്കുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ മുറവിളി. എന്നാൽ എത്ര ശാസ്ത്രീയമായ മാനേജ്മെന്റിലൂടെയാണ് ആ മണ്ഡലകാലം കടന്നുപോയത്. 53,60,000 പേർ പരാതികളില്ലാതെ ദർശനം നടത്തി മടങ്ങി. അതിനു മുൻപുള്ള വർഷം വന്നവരെക്കാൾ 7.5 ലക്ഷത്തോളം ഭക്തർ. അതുതന്നെയാണ് കേരളത്തിന് മുന്നിൽ, അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ ഈ സർക്കാരിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സത്യവാങ്മൂലം. ആരുടെയെങ്കിലും വിശ്വാസത്തെ ഹനിക്കുന്ന എന്തെങ്കിലും അവിടെ നടന്നോ? അപ്പോൾ സർക്കാർ നടപ്പാക്കിയത് അവിടെ നിൽക്കട്ടെ, കോടതിയിലെ കടലാസിൽ പണ്ടു പറഞ്ഞത് തിരുത്തുമോ എന്ന സതീശന്റെ ഇപ്പോഴത്തെ ചോദ്യം ബാലിശമാണ്. ആ സത്യവാങ്മൂലത്തിന് സർക്കാർ നൽകിയ ഏറ്റവും വലിയ തിരുത്തലല്ലേ പ്രതിപക്ഷ നേതാവെ കഴിഞ്ഞ മണ്ഡലകാലങ്ങളുടെ നടത്തിപ്പ്? രണ്ടാമത്തെ കാര്യം കേസുകൾ പിൻവലിക്കുന്നതിനെ പറ്റിയാണ്. 2018 ഒക്ടോബർ 2-നാണ് NSS ആദ്യ നാമജപ ഘോഷയാത്ര നടത്തുന്നത്. അതിന്റെ പേരിൽ ഒരു കേസും അന്നെടുത്തില്ല. എന്നാൽ നാമജപ ഘോഷയാത്ര സംഘപരിവാർ സംഘടനകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ആൾമറയായി. നാമജപ ഘോഷയാത്രയുടെ മറവിൽ അക്രമ സ്വഭാവമുള്ള ആൾക്കൂട്ടത്തെ ഇളക്കിവിടാൻ ശ്രമം നടന്നു. അതോടെ പ്രതിഷേധം എന്ന NSSന്റെ രീതി കടന്ന് അത് ക്രമസമാധാന പ്രശ്നമായി. അപ്പോൾ സ്വാഭാവികമായും കേസ് വന്നു. അതുതന്നെയായിരുന്നു സംഘപരിവാർ ആഗ്രഹിച്ചതും. അതിൽ നാമജപ ഘോഷയാത്രക്കാരും ഇരകളായി. കേരളമെന്ന് എന്തൊക്കെയാണ് കണ്ടത്? വൈകാരിക താളിക്കത്തിക്കാൻ പാതയോരത്ത് ആഴികൂട്ടിയുള്ള പ്രതിഷേധം, ഒരുതരം ഉത്തരേന്ത്യൻ മോഡൽ പ്രകോപന രീതി. പോലീസിനെ കായികമായി നേരിട്ട് ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമം, ദേവസ്വം ഉദ്യോഗസ്ഥരെ തടയുന്നതടക്കമുള്ള കായിക മുറകൾ. കെ സുരേന്ദ്രന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നടന്ന അക്രമ പ്രവർത്തനങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് എന്താണ്? നിഷ്കളങ്കമായ കേസുകൾ എന്ന നിലയിൽ എഴുതിത്തള്ളേണ്ടവയല്ല എല്ലാം എന്നല്ലേ? അതിൽ കർശനമായ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടവയുണ്ട്. ആ കേസുകൾ വിട്ടുവീഴ്ചയില്ലാതെ പരിശോധിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നാളെയും സ്വാഭാവിക പ്രതിഷേധങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സംഘപരിവാർ ശ്രമത്തിന് അതാക്കം കൂട്ടും. സതീശൻ ഉറക്കെ പറയേണ്ടിയിരുന്നു, എല്ലാ കേസുകളുമല്ല പിൻവലിക്കേണ്ടത് എന്ന്. സംഘപരിവാരം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ച കലാപ കേസുകൾ ഒഴിച്ചുള്ളവ എന്ന് തെളിച്ചു പറയണമായിരുന്നു. അങ്ങനെ പറയാതിരിക്കുമ്പോൾ അത് സംഘപരിവാറിന്റെ വക്കാലത്തെടുക്കുന്നതിന് തുല്യമാകുന്നു പ്രതിപക്ഷ നേതാവേ. ഇനി മൂന്നാമത്തെ കാര്യം, നവോത്ഥാന സമിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന്, അത് പിരിച്ചുവിട്ടിട്ടില്ലല്ലോ എന്ന്, വനിതാ മതിലിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. പ്രതിപക്ഷ നേതാവേ, നവോത്ഥാനമല്ല ഇപ്പോഴത്തെ പ്രശ്നം, രാഷ്ട്രീയത്തിലെ വർഗീയതയാണ്. അങ്ങെന്തേ അത് മനസ്സിലാക്കാതെ പോകുന്നു? നേരത്തെ പറഞ്ഞ പോലെ 2018 സെപ്റ്റംബർ 28-നായിരുന്നു ശബരിമലയിൽ യുവതീ പ്രവേശം അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി വന്നത്. ലിംഗസമത്വം എന്ന, തുല്യത എന്ന ഭരണഘടനയിലെ മൌലികാവകാശമാണ് വിശ്വാസത്തെക്കാൾ മുകളിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞ സുപ്രധാന വിധി. അന്ന് അത് ഉയർത്തിക്കാട്ടേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടായിരുന്നു. കാരണം സർക്കാരും ഒരു ഭരണഘടനാ സംവിധാനമാണ്. ആ വിധിക്കെതിരെ നിലപാടെടുക്കുക എന്നാൽ ഭരണഘടനയ്ക്കെതിരായ നിലപാടെടുക്കുക എന്നതാണ്. എതിർപക്ഷത്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഇടുങ്ങിയ ചില നിലപാടുകളാണ് ഉണ്ടായിരുന്നത്. ഇടുങ്ങിയതിനെ വിശാലമാക്കാൻ നവോത്ഥാന മുന്നേറ്റം എന്നതാണ് എന്നത്തെയും മറുപടി. അതിനാണ് സർക്കാർ അന്ന് മുന്നിട്ടിറങ്ങിയത്. ഇന്ന് കാലം മാറി, കഥ മാറി. എതിർപക്ഷത്തെ ഏതെങ്കിലും ഇടുങ്ങിയ ചിന്താഗതിയോ അതിനെ നേരിടാൻ വേണ്ട നവോത്ഥാന ശ്രമങ്ങളോ അല്ല കേരളം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. പിന്നെയോ BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിലെ വർഗീയതയാണ്. കേരളത്തെ ഞെട്ടിച്ച ജനവിധിയായിരുന്നില്ലേ തൃശൂരിലേത്? BJP സ്വന്തം ചിഹ്നത്തിൽ നിന്ന് നടാടെ ലോക്സഭയിലേക്ക് ജയിക്കുന്നു. ഇടതുമുന്നണി ശക്തമായ പോരാട്ടമാണ് നടത്തിയത്. അവരുടെ വോട്ട് തൊട്ടുമുൻപത്തെ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ ഉയരുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ വോട്ട് അടപടലം BJPയിലേക്ക് കുത്തിയൊലിച്ചു പോവുകയും ചെയ്തു. ഇത്രയും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിൽ നിന്ന് പുതുതായി നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. ഇടതുപക്ഷം അവരുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമായി നിലനിർത്തിയാലും വർഗീയ രാഷ്ട്രീയത്തിന്റെ വിജയത്തെ തടയാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞെന്നു വരില്ല എന്ന്.
തൃശൂരിൽ നിന്നും കോൺഗ്രസ് പാഠം പഠിച്ചോ എന്നറിയില്ല. എന്നാൽ CPM പാഠം പഠിച്ചു. ന്യൂനപക്ഷാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഉറച്ച നിലപാടുകൾ എടുത്തുവരികയായിരുന്നു CPM. കാരണം വ്യക്തം. മോദി സർക്കാർ മുസ്ലിം ന്യൂനപക്ഷത്തെ ലാക്കാക്കിയുള്ള ആക്രമണോത്സുക നിയമങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കൊണ്ടുവരികയായിരുന്നു. അതിനോട് CPM തീർത്ത പ്രതിരോധത്തെ ന്യൂനപക്ഷ പ്രീണനമായി ചിത്രീകരിക്കാൻ BJPക്ക് കഴിഞ്ഞു. ഫലമോ CPMനെ പിന്തുണച്ചിരുന്ന ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വോട്ട് BJPയിലേക്ക് ചോരാൻ തുടങ്ങി. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് എന്തായാലും BJPക്ക് പോകില്ല. അതൊന്നുകിൽ UDFന് അല്ലെങ്കിൽ LDFന് എന്ന നിലയിലേ പ്രവർത്തിക്കൂ. അതിൽ തന്നെ ഏറിയ കൂറും UDFനൊപ്പം തന്നെയാണ് നിൽക്കാറ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹിന്ദു വർഗീയതയ്ക്കെതിരായിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇരുമുന്നണികളിലുമായി ചിതറുന്നു. ഇരുമുന്നണികൾക്കും കിട്ടേണ്ട ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ടിൽ കുറെയൊക്കെ എതിർധ്രുവീകരണത്തിനും വിധേയമാകുന്നു. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ ചിതറുന്നതും ഭൂരിപക്ഷ വോട്ടുകളുടെ എതിർധ്രുവീകരണവും BJPക്ക് കൂടുതൽ ഗുണകരമാകുന്നു. അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടിലേക്ക് കൂടി കടന്നു കയറാൻ BJPക്ക് കഴിഞ്ഞാലോ ഇടതു വലതു മുന്നണികൾ എന്ന നിലയിൽ ഉറപ്പിക്കപ്പെട്ട സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ എല്ലാ സമവാക്യങ്ങളുമാണ് പിഴുതെറിയപ്പെടുന്നത്. ഇതല്ലേ കേരളം ഇന്ന് നേരിടുന്ന വെല്ലുവിളി? അല്ലാതെ വനിതാ മതിലും നവോത്ഥാന മുന്നണിയും ഉണ്ടോ ഇല്ലയോ എന്നതാണോ? അപ്പോൾ BJPയെ നേരിടാൻ പുതിയ സമീപനം വേണമെന്ന് CPM തിരിച്ചറിയുന്നു. വിശ്വാസികൾ എന്ന പേരിലാണ് BJP കളം പിടിക്കാൻ മുതിരുന്നത്. ആ വിശ്വാസികളെ ഒപ്പം നിർത്തിക്കൊണ്ടേ BJP ഉയർത്തുന്ന പുതിയ വെല്ലുവിളികളെ നേരിടാൻ കഴിയൂ. CPM ആ പ്രതിരോധത്തിനാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതിന്റെ ആദ്യ പരീക്ഷണമാണ് ആഗോള അയ്യപ്പ സംഗമം. വിശ്വാസവും പറഞ്ഞു വരുന്ന BJPയെ വിശ്വസിക്കരുതെന്ന് ഒന്നിലധികം തവണ വ്യക്തമാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് NSS. പെരുന്ന ഇന്നും മാരാർജി മന്ദിരക്കാർക്ക് അപ്രാപ്യമാണ്. ആ NSS കോൺഗ്രസിനേക്കാൾ നന്നായി വരാൻ പോകുന്ന വിപത്തിനെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് NSS നൽകുന്ന പിന്തുണയ്ക്ക് അർത്ഥവും ആഴവും ഏറുന്നത്. സർക്കാരിന്റേത് നല്ല നീക്കം എന്ന് ലീഗ് പറഞ്ഞതാണ് അതുപോലെ തന്നെ അർത്ഥവും ആഴവുമുള്ള മറ്റൊരു നിലപാട് പ്രഖ്യാപനം. SNDPയെ കൂടി വിശ്വാസത്തിലെടുത്താൽ BDJS വഴി BJP നടത്തിയ നീക്കത്തിനു കൂടി വരും നാളുകളിൽ കടിഞ്ഞാണിടാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ അയ്യപ്പ സംഗമം നടക്കുന്ന പമ്പയിൽ പമ്പ കടക്കാൻ പോകുന്നത് BJPയുടെ രാഷ്ട്രീയ വർഗീയതയാകും. നവോത്ഥാന മുന്നണി, വനിതാ മതിൽ എന്നിവയെ പരിഹസിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. അന്ന് സർക്കാർ അതിന് മുന്നിട്ടിറങ്ങിയില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ശബരിമല കർമ്മസമിതി, ആചാര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘപരിവാറിന്റെ നിഴൽ സംഘടനകളുടെ പിന്നിൽ വലിയൊരു വിശ്വാസി സമൂഹം ചെന്നടിഞ്ഞേനെ. സംഘപരിവാറിന്റെ ആ നീക്കത്തിൽ വിള്ളൽ വീഴ്ത്താനായിരുന്നു നവോത്ഥാന സമിതിയും വനിതാ മതിലുമൊക്കെ. കൊടിയെടുക്കാതെ തെരുവിൽ ഇറങ്ങിക്കൊള്ളാൻ പറയുന്ന എന്നുവെച്ചാൽ രാഷ്ട്രീയം കൈയൊഴിഞ്ഞ് ആൾക്കൂട്ടമായി കൊള്ളാൻ ആഹ്വാനം ചെയ്ത അന്നത്തെ കോൺഗ്രസിന് അത് മനസ്സിലാകില്ല. ഹിന്ദു ഐക്യവേദിക്കാരും കുമ്മനവും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സർക്കാർ മതേതര സർക്കാരാണ്. മതേതര സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താൻ കഴിയില്ല എന്ന്. മണ്ഡലകാലം നടത്തുന്നത് ദേവസ്വം മാത്രമാണോ? മണ്ഡലകാലത്തിൽ ഏറ്റവും പ്രധാന റോൾ പോലീസിനാണ്. ദേവസ്വത്തിന് പോലീസ് സേനയുണ്ടോ? ദേവസ്വത്തിന് അയ്യപ്പന്മാരെ ശബരിമലയിൽ എത്തിക്കാൻ KSRTC ഉണ്ടോ? നിരത്താൻ അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. സർക്കാരുമായി ചേർന്നാണ് ദേവസ്വത്തിന്റെ പ്രവർത്തനം. ഇത് പറയുന്നവർ മറക്കുന്ന ഒരു കാര്യമുണ്ട്. കുംഭമേള നടത്തുന്നത് പ്രയാഗ്രാജ് മേള അതോറിറ്റിയും UP സർക്കാരും ചേർന്നല്ലേ? അതിലപ്പോൾ മതേതര പ്രശ്നമില്ലേ? കുംഭമേളയിൽ ഉന്തും തള്ളുമേറ്റ് മരിച്ചവരുടെ കണക്കിൽ പോലും തട്ടിപ്പാണ് നടന്നത്. അങ്ങനെ എന്തായാലും ഇവിടെ ആരുമാരെയും കുരുതി കൊടുത്തിട്ടില്ല. ശബരിമല പ്രക്ഷോഭകാലത്ത് വീരബലിദാനികൾ ഉണ്ടായി എന്ന പച്ചക്കള്ളം കുമ്മനം അടിച്ചുവിടുന്നുണ്ട്. സംഘപരിവാരം സത്യം പറയുമെന്ന തെറ്റിദ്ധാരണയൊന്നുമില്ല. എന്നാലും കുമ്മനം ജി ശബരിമലയെപ്പറ്റി നുണപ്രചാരണം നടത്തുന്നതിനിടെ കുംഭമേളയിലെ വീരബലിദാനികളുടെ കൃത്യം എണ്ണമെടുക്കാൻ കൂടി തുനിയണം. അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങളാകും. പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തിയ പോലെ ഒന്നിനല്ല മുഖ്യമന്ത്രി പമ്പയിലെത്തുന്നത്. മതേതര സർക്കാരാകണമെന്ന് LDF സർക്കാരിനെ പഠിപ്പിക്കുന്ന കുമ്മനം അത് മോദിജിയെയാണ് പഠിപ്പിക്കേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മാറ്റുകൂട്ടിയത് NSSന്റെയും SNDPയുടെയും നിലപാടുകളാണ്. ഹിന്ദു ഐക്യവേദിക്കാരും ശബരിമല കർമ്മസമിതിയും വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. 22-ാം തീയതി പന്തളത്ത് ബദൽ സംഗമം നടത്താൻ. അതിന് ക്ഷണിക്കാൻ വരുമ്പോൾ പെരുന്നയും കണിച്ചുകുളങ്ങരയും വാതിൽ കൊട്ടിയടയ്ക്കണം. പ്രതിപക്ഷ നേതാവിലേക്കും കേരളം ഉറ്റുനോക്കുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ നിലപാട് സ്വീകരിക്കാൻ മുന്നണി യോഗം ചേരുകയും നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തല്ലോ. അതിനേക്കാൾ കർക്കശമായ നിലപാട് ബദൽ സംഗമത്തിന്റെ കാര്യത്തിൽ കൂടി താങ്കൾ എടുക്കുമോ?